ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ ദിവസമാണല്ലോ. പ്രത്യേകിച്ച് മാത്യു എന്ന പേരുള്ള എല്ലാവരെയും, ഒരുപാട് അച്ഛന്മാരെല്ലാം ധാരാളമുണ്ട്. പിന്നെ മാത്യു എന്നുള്ള പേരിലുള്ള എല്ലാ ചേട്ടന്മാരെയും കേട്ടോ കർത്താവിൽ സമർപ്പിക്കുന്നു കേട്ടോ. ഹാപ്പി ഫീസ്റ്റ്. കുഞ്ഞുങ്ങളെ ഉറക്കെ പറ, ഹാപ്പി ഫീസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. സുഖമായിരിക്കുന്നു കേട്ടോ. പിന്നെ ഇന്ന് 2 സാക്ഷ്യം വായിക്കാം. പിന്നെ ജോലി സംബന്ധമായ 2 സാക്ഷ്യങ്ങൾ അങ്ങ് വായിച്ചേക്കാൻ വിചാരിച്ചു. കാരണം ചിലപ്പോൾ സാക്ഷ്യങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടേ. ബഹുമാനപ്പെട്ട വിനായിച്ച, എൻ്റെ പേര് കാജൽ. ഞാൻ അച്ഛൻ്റെ ഒരു ഫുൾ കുടുംബാംഗമാണ്. ഞാൻ ഒരു വർഷമായിട്ട് ജോലിയില്ലാതെ ഒരുപാട് വിഷമിക്കുകയാണ്. ഞാൻ ദിവസം അച്ഛൻ്റെ കുഞ്ഞട്ടോക്ക് എപ്പിസോഡ് 1324, 714, 751, 302, 736, 2467, 2428 കണ്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. കൂടാതെ കുറവിലങ്ങാട് PD സെന്ററിൽ വന്ന് ദൈവാനുഗ്രഹത്താൽ ബിനോയിച്ചനെ സാംസച്ചനൊക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിച്ചു. എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇന്റർവ്യൂ വന്ന് ബോണ്ട് ഒന്നും വെക്കാതെ ഞാൻ ആഗ്രഹിച്ച കൂടുതൽ ശമ്പളത്തിൽ ഒരു ജോലി നിലയിൽ കർത്താവിനെ അനുഗ്രഹിച്ചു. സാക്ഷ്യം പറഞ്ഞിരിക്കാം. വേറെ സാക്ഷ്യം വായിക്കാം. അച്ഛൻ്റെ സുഖമാണല്ലോ അല്ലേ? എൻ്റെ പേര് ലിൻഡു. ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഞാൻ നമ്മുടെ ഫുൾ കുടുംബാംഗമാണ്. ഈ ലെറ്റർ അച്ഛനെ എത്തുമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ. ആളുകൾ കേൾക്കുന്നുണ്ടാവുമായിരിക്കും. അമേരിക്കയിൽ എത്തിയിട്ട് ഇപ്പോൾ 8 മാസമായി. ഇവിടേക്ക് വരുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായപ്പോൾ ഞാൻ അച്ഛനെ കുഞ്ഞിട്ടോക്ക് എപ്പിസോഡ് 1928 ദിവസം മുടങ്ങാതെ കുറേ തവണ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് എനിക്ക് ഇന്റർവ്യൂ പ്രോസസ്സിംഗ് എല്ലാം ഒരുവിധം പിന്നെ നല്ലവിധം നടന്നു. ഇവിടെ എത്തിയതിന് ശേഷം 2 മാസത്തിന് ശേഷം എനിക്ക് ജോലി കിട്ടി. പക്ഷേ അത് വളരെ ദൂരെയുള്ള സ്ഥലത്തായിരുന്നു. 1.5 മണിക്കൂർ യാത്ര ചെയ്ത് പോകണേ. അങ്ങനെയാണ് അച്ഛൻ്റെ 2377 എപ്പിസോഡ് കേട്ടത്. അതിൽ വീടിൻ്റെ അടുത്ത് ജോലി കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. ആ എപ്പിസോഡ് എൻ്റെ ജോലി സ്ഥലത്ത് തരുന്ന 9 തവണ ഞാൻ കേട്ടു. അധിക ദിവസം കഴിഞ്ഞല്ല, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കമ്പനിയിൽ നിന്ന് എനിക്കൊരു ഇന്റർവ്യൂ കോൾ വന്നു. 15 മിനിറ്റ് മാത്രമായിരുന്നു ഡിസ്റ്റൻസ് എൻ്റെ വീട്ടിൽ നിന്ന്. ഞാൻ ഇന്റർവ്യൂ പാസ്സാവുകയും ചെയ്തു. അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതമായി ഞാൻ കാണുക. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതന്നെ അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ടാണ്. ആശീർവാദം കേട്ടാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. എൻ്റെ ഫ്രണ്ട്സിന് ഈ ഗ്രൂപ്പിൽ ലിങ്കിന് അയച്ചു കൊടുക്കാൻ. ചില ദിവസങ്ങൾ ടോക്ക് കേട്ടാൽ അച്ഛൻ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പറഞ്ഞ പോലെ തോന്നിപ്പോവും. ഞാൻ എൻ്റെ എല്ലാ പ്രധാന കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ്റെ ആശീർവാദം സ്വീകരിച്ചിട്ട് ഇറങ്ങുന്ന ഒരു വലിയ കുടുംബത്തിന് അംഗമായതിൽ ദൈവത്തിന് നന്ദി പറയും. എനിക്കും എന്തായാലും ഇഷ്ടമായി സാക്ഷി കേട്ടോ. ശരിക്കും നിങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്തിയല്ലേ പറയുന്നത്. നമ്മൾ വലിയ കുടുംബത്തിന് അംഗമായി അല്ലേ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇത്രയേ ഉള്ളൂ സഹോദരൻ. എൻ്റെ അർത്ഥം വിനോശം അല്ല. അതായത് ശരിക്കും പറഞ്ഞ ഒരു ആശീർവാദം കിട്ടുമ്പോൾ ദൈവത്തിന്റെ കൃപ വരുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. ഏതൊരു കാര്യത്തിനെയും വിജയത്തിന്റെ CC 1839 പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു ആഗ്രഹം വേണം, പിന്നെ നന്നായിട്ട് പരിശ്രമിക്കണം, പിന്നെ ദൈവത്തിന്റെ കൃപയും കൂടെ വേണം. ഇത് 3 കൂടെ വരുമ്പോഴാണ് ഒരു ദൈവാനുഗ്രഹം. പുണ്യങ്ങൾ വളരുന്നതിനെ കുറിച്ച് പറയുന്നതാണ്, എങ്കിൽ പോലും നമുക്ക് അതായത് ഒരു ബാധകമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർത്തനം 2:7 അവർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രഖ്യാപനം പോലെ തന്നെ ഒരു വിളംബരവും നടത്തണം. കഴിഞ്ഞ ദിവസത്തെ ഞാൻ സങ്കീർത്തന പുസ്തകത്തിലാന്ന് എൻ്റെ ഓർമ്മവാദനം പറഞ്ഞ് ഓർക്കുന്നില്ലേ? നമുക്കൊരു പ്രഖ്യാപനം നടത്തിയാലെന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നില്ലേ? ചില ആൾക്കാർ ഓർക്കുക, കാരണം വല്ലപ്പോഴും ടോക്ക് കേൾക്കുള്ളൂ. സ്ഥിരം കേൾക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വ്യക്തമാണ് അല്ലേ. യേശു കർത്താവാണെന്നൊരു പ്രഖ്യാപനം നടത്തുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത്. നമുക്കൊരു വിളംബരവും വല്ലപ്പോഴും നല്ലതായിരിക്കും. വിളംബരം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ ചില കാര്യങ്ങൾ അറിയിക്കും. ഉച്ചഭാഷണം വെച്ച് പോകുന്നതിന് പകരം ഒരു ഇതൊക്കെ കൊട്ടി അല്ലേ, അങ്ങനെ വിളംബരം ചേരും. മഹാരാജാവ് വരളിച്ചെന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അതിനും ഇതാണ്, ഞാൻ കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. എന്നിട്ട് പറയാ, അവിടെ നിന്ന് അരുളി ചെയ്തു, നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. അതിന്റെ അവസാന ഭാഗം ഞാൻ അങ്ങ് വിടുകയാണ്, ആദ്യ ഭാഗം എടുക്കുകയാണ്. സങ്കീർത്തനം പറയാണ്, കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് സെൻസ്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗ്രൂപ്പിനെ മാത്രം വിളിച്ചു കൂട്ടി പറയാനുള്ളതാണ് അല്ലെ. അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇതല്ല. വിളംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടവരാണ്. അപ്പൊ ദൈവവചനം എന്ന് പറയുന്നത് നമുക്ക് ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ല. ഫോർ ഓൾ നേഷൻ ഓർ ഓൾ പീപ്പിൾ ഓഫ് ദ ലോർഡ്, എല്ലാ ദൈവജനത്തിനും വേണ്ടിയാ. അതല്ലേ ലൂക്കായ 2:10 വാക്യങ്ങൾ പറയുന്നത്, സകല ജനത്തിന് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മനുഷ്യകുലത്തെക്കുറിച്ച് ഇവിടെ അപ്പസ്തോലപ്പെടുന്ന 4 കിടക്കില്ലേ, ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ നാമമല്ലാതെ മനുഷ്യരക്ഷ എന്നാൽ എല്ലാ മനുഷ്യരതിനകത്ത് ഉൾപ്പെടുത്തും അല്ലെ. അതുകൊണ്ട് എന്റെ സഹോദരൻ, അതുകൊണ്ട് ദൈവകൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവവചനം നമ്മൾ വിളംബരം ചെയ്യണം. ഇപ്പോൾ വാസ്തവത്തിൽ ഈ ടോക്കിലൂടെ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയല്ല, അത് ജാതി മത ഭേദമന്യല്ലേ. എത്രയോ അക്രൈസ്തവർ, എത്രയോ പേരാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് പ്രഖ്യാപനം നിങ്ങൾ നടത്തിക്കും, ഇടയ്ക്കിടയ്ക്ക് നടത്തണം. അതുപോലെ തന്നെ ഒരു വിളംബരം ഇടയ്ക്കിടയ്ക്ക് നടത്തണം. ചില വചനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, ഇതാണ് ഇതിന്റെ വചനം, ഇതാണ് അറിയട്ടെ, ദൈവജനം അറിയട്ടെ. പ്രഘോഷിക്കാതെ എങ്ങനെ അറിയുമെന്നൊക്കെ പറയുന്നത് പോലെ. അതുകൊണ്ട് ഇടയ്ക്കൊരു വിളംബരമാകാം, ഇടയ്ക്കൊരു പ്രഖ്യാപനമാകാം. 2 കൂടെ വരുമ്പോൾ ഒരു കോമ്പിനേഷൻ വരും. പഴയ ടോക്ക് കുറച്ച് തപ്പിയെടുത്ത് കേൾക്കും കേട്ടോ.
കുഞ്ഞുങ്ങളെ നിങ്ങളതൊക്കെ അറിയാവുന്നവർ തപ്പിപ്പിടിച്ച് പാരൻസിന് എടുത്ത് കൊടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഇങ്ങനത്തെ ജോലി മേഖലകളിലുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ആശീർവാദം സ്വീകരിക്കും. സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, അവിടുത്തെ വചനങ്ങൾ വിളംബരം ചെയ്യാനുള്ള ഒരാഗ്രഹവും ദാഹവും ഒക്കെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ജീവിക്കാൻ എന്റെ കൃപ ഈശോ നിങ്ങൾക്ക് തരട്ടെ എന്ന് നിയോഗത്തിൽ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഈ ഒരു ബ്ലെസ്സിങ് കൊടുക്കുമ്പോൾ നാളുകളായിട്ട് കർത്താവ് ജോലി മേഖലയിൽ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നവര്, കർത്താവെ, ശരിക്കും പറഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ വാട്സപ്പിൽ ചില മെസ്സേജുകൾ അയച്ചവരുടെ സങ്കടങ്ങൾ ഞാൻ ഓർക്കുകയാണ്. കർത്താവ്, നാളുകളായിട്ട് ഒരു ജോലിക്ക് മാർഗമില്ല നിൽക്കുന്നവർക്ക് എന്റെ യേശുവെ അർപ്പിച്ച് വിശുദ്ധ കുർബാന അനന്ത യോഗ്യതയാൽ ഈശോയുടെ കുരിശുമരണത്തിന് ഉദ്ധാനത്തിന്റെ യോഗ്യതയാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, യേശു നാമത്തിൽ നിങ്ങൾക്ക് ജോലികളുടെ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവ്, യേശുവിന്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിക്കും. കർത്താവിന്റെ കൃപയിൽ ഇന്റർവ്യൂ നന്നായി പെർഫോം ചെയ്യാൻ അവസരങ്ങൾ, അടഞ്ഞിരിക്കുന്ന വഴികൾ യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ. നിങ്ങൾക്ക് ജോലി മേഖലകൾ എന്തേ തടസ്സമുണ്ട്, പിശാചുകൾ യേശു വിട്ടുപോട്ടെ. യേശു നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടേഞ്ഞ് കുരിശിനെ നിബന്ധിക്കപ്പെടണമെന്ന് വെച്ചാൽ. അതുപോലെ തന്നെ കർത്താവായ ദൈവം ഒരുപാട് യാത്ര ചെയ്ത് ജോലിക്ക് പോകണം. വീടിന്റെ അടുത്ത് ഒരു കർത്താവ്, അത് പള്ളിയിൽ പോകാനൊക്കെ സൗകര്യത്തോടെ ജോലി ലഭിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈശോയുടെ നാമത്തിൽ നടക്കട്ടെ. കർത്താവ്, സാക്ഷ്യത്തിന്റെ മുഴുവൻ മഹത്വം ഈശോയ്ക്ക് സമർപ്പിക്കുന്ന കർത്താവ്, എന്റെ ഈശോയെ മനസ്സറിഞ്ഞ് ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ പ്രത്യേകം ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ടായി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.